ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ മൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടാക്കുകയായിരുന്നു. കണ്ടോ, അതുണ്ടാക്കി കുറേ അപ്ഡേറ്റ് ചെയ്യുന്നതിനിടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഞാൻ ഇവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കോള് മൈനിങ് ഏരിയക്കുള്ള വഴിയാണ്. കണ്ടോ, ഫുൾ ഡയമണ്ട് ആർമറായി. ഇന്നലെ എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സുമായി. താങ്ക് യു ഫോർ എന്താ പറയുക, സാല പറഞ്ഞ നമ്മളന്നത്തെ പരിപാടി മൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കുകയാണ്. നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴി ഉണ്ടാക്കിയിട്ടുള്ളത്, ഇങ്ങനെ കയറി ചെല്ലുന്നു, പുറത്ത് കാണുന്നു, നേരെ ഇറങ്ങുന്നു, ഇതാ വഴി നേരെ കേവിലേക്ക് പോകുന്നു. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ അതേപോലെ മൈൻ ചെയ്തെടുക്കണം. നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ കാരണം ഇന്നത്തെ ആ മൈനിങ്ങാണ്. ആ മൈനിങ്ങിൽ കുറേ ഡയമണ്ട് കിട്ടി, കുറേ അല്ല കുറച്ച്. പിന്നെ നമ്മളെ ഫോർച്യൂൺ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കിട്ടാൻ കാരണം. നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് ആയത്. വളരെ നന്ദിയുണ്ട്. പിന്നെ ഒരു ഗീവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ഒരു സ്മാർട്ട് ഗെയിമിംഗ് ടാബ് തരുന്നതെന്ന്. 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ ആ ഗീവ് അവേ കൊടുക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എപ്പോഴും തന്നെ തരിക. നമ്മളിനി ഇവിടെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ബോറടി വരുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. ബട്ട് നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ചെയ്യൂ. എൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി തരും, പ്ലീസ്. മൈൻഡ് ചെയ്ത് അവിടേക്ക് എത്താനായിട്ടുണ്ട്. നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലും ആ സൈഡിലുമായി സ്റ്റോൺ ബ്രിക്ക് വെക്കണം. നമുക്ക് കാണാൻ രസമുണ്ടാവും. പിന്നെ ഈ പാത്തിലായിട്ട് സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്റ്റെയർകേസ് വെക്കണം. അതും കാണാൻ രസമുള്ളതാണ്. നമ്മളെ കേവിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടൊരു വലിയ സ്റ്റെപ്പ്. കുറേ സ്റ്റോൺ അവിടെ കിടക്കുന്നുണ്ട്, നമുക്കൊക്കെ എടുക്കണം. സ്റ്റോറേജ് ഫുള്ളായിട്ടാണ്. നമ്മളിപ്പോൾ ഫുള്ള് പ്രോ കളിക്കണം പോലെ കളിക്കണം, അല്ലെങ്കിൽ ഒരു സുഖമില്ല. പണ്ടത്തെ ഓർമ്മകളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നമുക്ക് എന്താ ചെയ്യാം. കുറേ പന്നീൻ്റെ കരച്ച് കിട്ടിക്കണ്. നമുക്കാദ്യം കുറേ കല്ല് ഉണ്ട്, അതുകൊണ്ട് കുറേ എന്താ ഉണ്ടാക്കിയപ്പോൾ കുറേ സ്റ്റോൺ വേണം. നമുക്ക് കുറേ ഫർണസ് ഉണ്ടാക്കിയിട്ട് അതിലും സ്റ്റോൺ ഒരുക്കാൻ വെക്കാം. 8 ഫർണസ് ഉണ്ടാക്കാൻ പറ്റുമോ? 8 ഒരു സ്റ്റാക്കൺ അത് കൊടുത്തിക്കണം. ഒരു സ്മെൽറ്റർ എവിടെയെങ്കിലും വെച്ചാലോ? എവിടെ വെക്കും? ഇവിടെ ആയിട്ട് വെക്കാം. അതിന് നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ച് ക്ലിയർ ആക്കണം. നമുക്ക് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ കേവ്? ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഫുള്ള് ഈ മണ്ണ് വെക്കാം, ഡേർട്ട് ഇതാ ഈ രീതിയിൽ ഫുള്ള് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടയാളിട്ട് വെച്ചിരിക്കണ്. അതായത് ഞാൻ ഓഫ് ക്യാമറയിൽ ഇത് ഫുള്ള് മൈൻ ചെയ്യും. ഈ സ്റ്റോണുകളൊക്കെ ഇവിടെ ഫുള്ള് ഡേർട്ട് വെക്കും. പിന്നെ നമ്മൾ എന്താ പറയുക, സൂപ്പർ സ്മെൽറ്റർ അത് ചെയ്യട്ടെ. അയാൾ ഇത്ര പോരെ, അത്ര മതിയാവും. ഒന്നിവിടെ, ഒന്നതിൻ്റെ മുകളിൽ, ഒന്നതിൻ്റെ പുറത്ത്, പിന്നെ ഒന്നിവിടെ, ഐഷ് ഒന്നിവിടെ. ഇവിടെ ടെസ്റ്റ് വെക്കണം. ടെസ്റ്റിൽ ഫുൾ കോളാവണം. ആ കോള് ഞാൻ ഇവിടെ മൈൻ ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അതവിടെ നിറച്ച് കോളാണ്. ഞാൻ നേരത്തെ ആവശ്യം വന്നപ്പോൾ എടുത്തായിരുന്നു ടോർച്ച് വെക്കാൻ. ഈ വഴി ആ സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. അങ്ങനെ പറയാം. ഇനി നമുക്ക് ഈ കോളിൻ്റെ ആവശ്യം കുറേ ഉണ്ടാവും. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രോ പ്ലെയർ അല്ലേ, എല്ലാത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ലേ.
എൻ്റെ വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. നമ്മളങ്ങനെ ഒരു യൂട്യൂബറല്ല, എന്നാൽ അങ്ങനത്തെ യൂട്യൂബറല്ല. മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട, അത്ര തന്നെ. അത് നമുക്ക് ഈ കല്ലൊക്കെ ഒന്ന് എടുക്കണം. നമ്മൾ കുറേ കല്ലിങ്ങ് എടുക്കുന്നുണ്ട്, എന്തിനാണെന്നറിയില്ല. ഞങ്ങോട്ട് കല്ല് ചെയ്യാലോ? ഇല്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് സ്റ്റോൺ ഈ കോബിൾ സ്റ്റോൺ ഒഴുക്കിയിട്ട് സ്റ്റോൺ ആക്കണം. എന്നിട്ട് അത് എന്താ പറയുക, സ്റ്റോൺ ബ്രിക്കിലേക്ക് ആക്കണം. അതിനായിട്ട് 16 കോളുള്ളൂ, ഒന്നും സാരില്ല. ക്ലിക്ക് ചെയ്യുക, 43 കൂടെ കൊടുക്കുക, 16 8 അവിടെ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, കോബിൾ സ്റ്റോൺ 64 എടുക്കുക. ഇതൊക്കെ വേണോ? പ്രശ്നമേ ഇല്ല, നമുക്ക് ഇനിയും ഉപയോഗിക്കാം. നോക്കുന്നു, ഇതാദ്യം കുറച്ചുകൂടെ വെച്ചിട്ട് 4 കോൾ ഇവിടെ 3 എങ്ങനെ 3 4 7 ഒന്നവിടെ ഇത് വെക്കുമ്പോൾ ഒന്ന് പോകില്ലല്ലേ? എന്താ കാട്ടണേ? 4 വെക്കുമ്പോൾ വേണം. എത്ര സ്റ്റോണായി? 4 സ്റ്റോണായി. നമുക്ക് വേണ്ടത് സ്റ്റോൺ കട്ടറാണ്, അങ്ങനെ പറയാം തോന്നുന്നു. അത് നമുക്ക് ഇത് വേണം, പിന്നെ അയൺ വേണം. എവിടെ അയൺ? അയൺ കഴിഞ്ഞോ? ഇല്ല, അയൺ കഴിയില്ല. നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട്. നമുക്കൊരു സൂപ്പർ സ്മെൽറ്ററിൽ വെച്ച് അയൺ വേഗാക്കാം. അതല്ലോ, അതല്ല ഇതാണ്. ഈ സ്റ്റോൺ ഒരിക്കൽ എന്താ ഉണ്ടാവുക അറിയില്ല. എന്താണ് സ്റ്റോൺ കട്ടർ? ഞാനെല്ലാം പഠിച്ചു ഗൂയ്സ്. ഇതെവിടെ വെക്കുക? ഇതിൻ്റെ സ്ഥലം ഉണ്ടായിട്ട് ഇക്ക വെക്കുക. ഓക്കെ, ഇവിടെ വെക്കുക. ഇതിമ്മ നിൽക്കുക, ഇതിവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റോൺ ബ്രേക്ക് ആവാണ്ടേ? നമ്മളൊക്കെ എത്ര സ്റ്റോൺ ബ്രേക്കായി? 6 സ്റ്റോൺ ബ്രേക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഒന്നിവിടെ കാണാൻ രസമുണ്ടെന്ന് നോക്കണേ. അതോ ലാവേ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കാം. 1 2 3 4. എന്നെ കാണാൻ രസം. അതിൻ്റെ ലുക്ക് കണ്ടില്ലേ? എന്ത് രസമാണ് ആക്കോ സ്റ്റോൺ ബ്രേക്കിന്. സമ്മതിച്ചു. നമുക്ക് ഇത്ര വേണ്ടല്ലോ, കുറച്ച് മൈൻഡ് ചെയ്തിട്ട് കറക്റ്റാക്കി വെക്കാം. ടോർച്ച് ഇവിടെ വെക്കാം. നമുക്ക് കുറേ സ്റ്റോൺ വേണം, അല്ലെങ്കിൽ ഒന്നിനും ഒരിതല്ല. എന്തെന്നില്ല എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞാൽ അതല്ല. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട, അത്ര തന്നെ. നമുക്ക് കുറേ സ്റ്റോൺ കിട്ടിയിരിക്കണേ, നമുക്കിവിടെ വെക്കാം. ഈ എവിടെ സ്റ്റോൺ? ഇതിവിടെ വെക്കുന്നു. ഇത് പോകുന്നു, കോപ്പിൾഷൻ പോകുന്നു. നമുക്ക് കുറേ സമയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോൺ ബ്രിക്ക് കുറേ കിട്ടിയിരിക്കണേ. എവിടെ സ്ഥലം? അവിടെയാണ്. ഈ സ്റ്റോൺ ബ്രിക്ക് ഇവിടെ എല്ലായിടത്തും വെക്കാം. ഇവിടെ വെക്കട്ടെ. സ്റ്റോൺ ബ്രിക്ക് ഇവിടെ 33 ഉണ്ട്. അതോ അവിടെ തന്നെ പൊട്ടിക്കണം. നിങ്ങൾക്കാർക്കെങ്കിലും മൈൻക്രാഫ്റ്റ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ കയറ്റി കളിച്ചോളി, എൻ്റെ പോലെ കളിക്കാലോ.
ആണെങ്കിൽ 50ാമത്തെ സബ്സ്ക്രൈബ് ആകുമ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു റാൻഡം കോഡ് തരാം. റെഡീം കോഡോ? റെഡീം കോഡ്. അതിൽ ആ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ലഭിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം കോഡ്. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് 50 സബ്സ്ക്രൈബർ ആവണം. എന്നാലേ ഞാൻ ആ റെഡീം കോഡ് പറഞ്ഞുതരുള്ളൂ. പറഞ്ഞാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്കാണ് ലാഭം. മൈൻക്രാഫ്റ്റ് കിട്ടും. നമ്മളിവിടെ വെച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ രസം നോക്കി നിങ്ങൾ. നല്ല രസമുണ്ട്. ആ ഫിറോസിക്കിലെ ചിക്കൻ വേണ പോലെ നല്ല രസമുണ്ട്. നിൽക്കുന്നു. ഇത് ബ്രിക്ക് എടുത്ത് കൊടുക്കുന്നു. ഇതിന് സ്റ്റോൺ. ആ സൗണ്ടൊക്കെ എന്താണ് വലിയിട്ടുണ്ടോ പോലെ. ഓളി അങ്ങനെ ഉണ്ടല്ലേ. സോറി. സ്റ്റെയർകേസ് ഇവിടെ വെക്കുന്നു, 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 ഇവിടെ വെക്കുന്നു. ഇതിവിടെ യൂസ് ചെയ്യാത്ത. പിന്നെ ഇവിടെ വെക്കുന്നു, ഇവിടെ വെക്കുന്നു, ഇവിടെയും കൂടി, ഇവിടെയും കൂടി. ഓക്കെ. ഇവിടെ 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 10 ആയി. നോക്കുമ്പോൾ നോക്ക്. വൈബ്. ഇതിലേക്കാണിത് രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റോൺ പൊട്ടിക്കുമ്പോൾ തന്നെ അങ്ങനെ കിട്ടും. ഇതിലെന്താ? നമുക്കെല്ലാതും നെല്ലും പോലെ കിട്ടിയിട്ടുണ്ട്. 56 പൊളിച്ച് വെക്കുന്നു. സ്റ്റോൺ ബ്രിക്ക് ഇവിടെ വെക്കുന്നു. സ്റ്റോണിൻ്റെ ബ്രിക്ക് കാണാൻ മതി. സ്റ്റോണിൻ്റെ സ്റ്റോൺ ബ്രിക്കാണ് ആവശ്യം. സ്റ്റോൺ സ്റ്റെയർ 2 വെച്ച് പോയാൽ മതി. സ്റ്റോൺ ബ്രിക്ക് അങ്ങനെയല്ല, എല്ലാ സൈഡിലും വെച്ച് പോകണം. നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ ഫുൾ മൈൻ ചെയ്തിട്ട് വെച്ചാൽ പോലെ. ഇതാകുമ്പോൾ ഇത്ര ടൈം പോവില്ല. അതാണ് നല്ലത്. ഇവിടെ ഒരു കേവ് കണ്ടിരുന്നു ഞാൻ. നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഒന്നിവിടെ, 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 ഒന്നിവിടെ. കുറച്ച് കൊടുക്കുന്നു, പൊട്ടിക്കുന്നു. ചീസ് IQ ഇതേപോലെ പുറത്ത് പൊട്ടിക്കുന്നു. എൻ്റെ കൈ വരാത്ത അറിയില്ല. സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടേക്കാരം. ആ സ്റ്റോറേജ് ഇല്ല, ഇത് വേറെ സ്റ്റോറേജ്. നമ്മളിനി എവിടെയും കൂടി സ്റ്റോൺ ബ്രേക്ക് വെക്കാം. ഇവിടെ ഫുള്ള് വെക്കണം. ഓക്കെ. ഇവിടെ 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 അല്ല ഗൈസ്, നമുക്ക് നെതർക്കൊക്കെ പോകണം. അതിന് വേണ്ടിയിട്ട് ഇൻഫിനിറ്റി ലാവ ഇതുണ്ടാക്കണം. അതിനാണ് ഒരു ബക്കറ്റ് എടുത്തിരിക്കണത്. ഇനി ഒരു ബക്കറ്റും കൂടി വേണം. പിന്നെ ഫുള്ള് നമ്മൾ നെതറിൽ ചെയ്യണം. നെതർ ഹബ്ബൊക്കെ ഉണ്ടാക്കണം ഗൈസ്. പൊളിയ കഥല്ലേ. ഞാൻ സുധിൻ്റെ വലിയ ബിഗ് ഫാനാണ്. നമ്മൾ സ്വയം പുകഴ്ത്താറില്ല. നിങ്ങൾ ആര് ഫാനാണെന്ന് കമൻറ്റ് ചെയ്യൂ. ഐ ആം സുധി ഫാൻ. പിന്നെ മൈൻക്രാഫ്റ്റ് ഗോഡ് എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഡ്രീമിനെയാണ് വിളിക്കേണ്ടത്. ഡ്രീമിന് ഞങ്ങൾക്ക് ആരും അറിയില്ല. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. ഗോഡ് അങ്ങനെയൊക്കെ പറയാം. ഇത്രക്കും ബിഗ് പ്ലെയറാണ്.
ഇത് കളി കാണുമ്പോൾ തന്നെ തല ഇറങ്ങും. ഇത്രക്കും കളിയാണല്ലേ കളി. ഓക്കെ, ഇത്രയെത്തി. ഒജി സ്റ്റോൺ ബ്രേക്ക് ഉണ്ട്. നമുക്ക് ഡയമണ്ട് പിക്കാക്സോടെ അങ്ങനെയെങ്കിൽ നമുക്ക് ഡയമണ്ട് പിക്കാക്സോട് ഉപയോഗമുണ്ട്. പിടിച്ച് ഡയമണ്ടിൻ്റെ ആദ്യ പൊട്ടിക്കൽ. അതോ എവിടെ? സ്റ്റോൺ ബ്രേക്ക് ഇവിടെ വെക്കുന്നു. ഇനി നമുക്ക് സ്റ്റെപ്പ് വെക്കാം. സ്റ്റെപ്പിന് ഇവിടെ നോക്കാൾ ഇവിടുന്ന്. അല്ലോ, ഡയമണ്ടിൻ്റെ പിക്കാക്സാണ്. പൊട്ടോ സാരമില്ല, നമ്മളൊക്കെ ഇനി 14 ഡയമണ്ട് ബാക്കിയില്ലേ. പൊട്ടിയ എന്ത് പേടി. അങ്ങനെ എന്താ പൊട്ട കാരണം? നമുക്ക് കുറച്ച് സ്റ്റോൺ ബ്രിക്കിൻ്റെ ചെയർ കേസ് വെക്കാം. കണ്ടോ, സ്റ്റെയർ ഒരു 8 എണ്ണം വെച്ചപ്പോഴേക്കത് ഇത്ര എത്തി. സ്റ്റോൺ ബ്രിക്കിൻ്റെ അത്ര എത്തി. നമുക്കിനി വെച്ചാമല്ല വെക്കാം. ഇവിടെ സ്റ്റോൺ ബ്രിക്ക് വെക്കേണ്ടി വരും. കുറച്ചുകൂടെ വെക്കാം. ചടങ്ങിക്കകത്ത് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായില്ല. അത് സ്റ്റെയർ ക്രേസ് വെച്ചുകൊണ്ടേക്കാണ്. വേഗം വെക്കട്ടെ, അല്ലെങ്കിൽ സോംബികൾ വരും. നമ്മൾ കാണാൻ രസിയാത്തൊന്നും ചെയ്യില്ല. ഇവിടെ മുടിക്കണേ സോംബികൾ കാട്ടുന്നുള്ള പേടിയുണ്ടൊന്നുമില്ല ഗൈസ്. മനസ്സിലായില്ലെങ്കിൽ സോംബികൾ അത്ര പേടിയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കണേ. കണ്ടു, സ്റ്റെയർ കേസ് വെച്ചപ്പോൾ എന്ത് ഫാസ്റ്റിലാണ് പോകുന്നത്. മോളത്തെ ഒരു ബ്ലോക്കും കൂടി മാറ്റിയാലും നല്ല ഫാസ്റ്റ് ഉണ്ടാവും. അങ്ങനെ മൈൻഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക അറിയില്ല. ഫാസ്റ്റ് കൂടിയ കാലം കഥ തോന്നുന്നത് അറിയില്ല ഗൈസ്. ഓക്കെ നോക്കാം. എന്നാണ് ഈ സൗണ്ട്? നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതായിട്ടും പുറത്തും കിട്ടിയിട്ടില്ല. എന്താണ് ആ സൗണ്ട് എന്ന് ഞാൻ ഇറങ്ങുമ്പോൾ കണ്ടോ. ഫാസ്റ്റ് സ്മൂത്തി കണ്ട എന്ത് രസാ നോക്കിൻ്റെ പേരപ്പോൾ. ഈ ഇവിടെ ഫുള്ള് ഡേർട്ട്, അവിടെ പച്ചപ്പ്, അതിൻ്റെ മുകളിൽ കുറേ മരം, ഒരു വില്ലേജ് പോലെ ഉണ്ടാക്കണം. പിന്നെ വില്ലേജർ ബ്രീഡൊക്കെ വേണം കേട്ടോ, നല്ല വർക്കാവുള്ളൂ. എന്തും നമ്മളൊക്കെ ഇനി 2 കോളുണ്ട് കൂടെ ഒക്കെ കേൾക്കാം. അതങ്ങനെ ഒഴുകട്ടെ. കട്ടറിൽ പോവുക, കട്ടിങ്ങിൽ ഒന്നല്ലേ നമ്മൾക്കിപ്പോൾ ഗൈസ് ഓർക്കണം. എന്തിനാണ് ഈ ഗൈസ് ഇവിടെ വച്ചാലോ നമ്മൾ രസമുണ്ടോ? കയറുമ്പോൾ തന്നെ ഒരു 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 ഇത്. പിന്നെ ഈ 2 സൈഡിലായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യും. വണ്ടി ആയാലും മൈൻക്രാഫ്റ്റ് ആയാലും എന്ത് രസമെന്നൊക്കെ പുറത്തേക്കാണ് കാണാൻ. ഇതാണ് പ്രോ എങ്ങനെ PRO അങ്ങനെ PRO പ്രോ. ഇപ്പോൾ കോളുണ്ട്, കോളല്ല മുഞ്ചി കോളില്ല ഗൈസ്. അപ്പോൾ കോളിന് വേണ്ടി തിരിയുന്നു. എൻ്റെ അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതൊക്കെ മാറും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? മനസ്സിലായി. മൈൻക്രാഫ്റ്റ് മനസ്സിലാക്കി തന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കണ്ടോ എത്ര മോനും കോള സബ്സ്ക്രൈബ് ചെയ്തിരിക്കണല്ലേ. താങ്ക്സ്, വെരി വെരി താങ്ക്സ്. ഇന്നും ചെയ്തു കളി സബ്സ്ക്രൈബ് കുറേ ചെയ്തു കളി. നാലേക്ക് ഇങ്ങനത്തെ കുറേ കോള് കിട്ടുള്ളൂ. കഴിഞ്ഞു
സബ്സ്ക്രൈബ് കിട്ടിയല്ലേ, അതാണ് കഴിഞ്ഞ്. പക്ഷെ 13 കിട്ടി. താങ്ക് യു. ചാടി 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 പോകണം. നമുക്കിവിടെ കോൾ വെച്ചേക്കാം. പിന്നെ ഒരു സ്റ്റാക്ക് 13 അവിടെ ഇവിടെ 7 വേണം. കുറച്ച് ദിമ്മ നിൽക്കട്ടെ. കോൾ ഇവിടെ വെക്കട്ടെ. 64 അവിടെ വെക്കട്ടെ. വേഗടിക്കട്ടെ. പോട്ടെ. ഇനി എവിടെയെങ്കിലും കോളുണ്ടോ? അവിടെ അല്ല. ചാടി മണ്ടണം. ഓടി പഠിക്കണം. ഒന്നായിരിക്കും ഗുയ്സ്, എനിക്കറിയാം. അല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണ്. കുറേ കോൾ ചെയ്തിരിക്കണല്ലോ അല്ലേ? വിശ്വസിക്കട്ടെ. നമ്മളിതൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമുക്ക് കോളിൻ്റെ ആവശ്യം തീരേണ്ടതാണ്. അണിഞ്ഞും കോളുണ്ട്. ഒരു കോളല്ലേ ഉള്ളൂ. യെസ് ഗൈസ്, 1 കോൾ. ഓക്കെ, 12 കോള് പിന്നെയും കിട്ടിയിരിക്കണ്. എത്തുന്നിടത്ത് എത്തിക്കണം കേട്ടോ. കിട്ടുന്നുള്ളൂ. നമുക്ക് ഇനിയും കുറേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്രാജ്യം പണിയാൻ പോവല്ലേ. എല്ലാ മുൻകരുതലുകളും എടുക്കണം. 21 മിനിറ്റ് കഴിക്കണേ. നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് വെച്ചിട്ട് ഈ 12 ഇവിടെ വെക്കട്ടെ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. ലൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ.